ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. മുല്ലപ്പെരിയാറിൽ പ്രശ്നങ്ങളില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. എന്താ നിന്റെ ഉദ്ദേശം? അടുത്ത നിമിഷം ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. മുല്ലപ്പെരിയാറിൽ അപകടം വരാൻ പോകുന്നുവെന്ന് അനാവശ്യ ഭീതി പരത്തുകയാണ്. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചില്ല. സമൂഹ മാധ്യമങ്ങളുടെ ഭീതി പരത്തുന്നവരെ നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വേണ്ട, പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താൽ മതി. എനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത്. വാശി വേണ്ട, നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. പക്ഷേ വലിയ തോതിലുള്ള പ്രചാരണമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത്. സ്വാഭാവികം. മനസ്സിലാക്കി കളഞ്ഞില്ല. മുല്ലപ്പെരിയാറിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതേ കടിക്കാഞ്ഞിട്ടല്ല, എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുത്തും, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് എന്താടാ? ഇതിന്ന് ഒന്ന് രക്ഷിക്കണം. സാധ്യമല്ല. ഇത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണാലും സാധ്യമല്ല. അതേസമയം തന്നെ തമിഴ്നാടുമായി ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അവിടെ പുതിയ അണക്കെട്ട് നിർമ്മിക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ വാദം. അതിലും വന്നിരിക്കണം ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട, നമുക്ക് പോവാം. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഉന്നയിച്ചത് മുല്ലപ്പെരിയാറിൽ ആശങ്കയുണ്ട്, സുപ്രീം കോടതിയെ സമീപിക്കണം എന്ന് എം.എം. മണി ആവശ്യപ്പെട്ടു. അതിന്റെ മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മുല്ലപ്പെരിയാർ സംബന്ധിച്ച ഇപ്പോഴത്തെ അവസ്ഥ വ്യക്തമാക്കിയത്. അല്ല, ഞാനിത് ആരോടാ പറയണേ? എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഈ ഡാം IIT റൂർക്കി പറയുന്നു നശിക്കും, IIT ഡൽഹി പറയുന്നു നശിക്കും, ഏഷ്യൻ ഡാം സേഫ്റ്റി ഹിമാംശു താക്കൂർ പറയുന്നു നശിക്കും, എക്സ്പേർട്ട് പാനൽ പറയുന്നു നശിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ചാകണം. ആടി ഉലയുകയില്ല സാർ. സാർ ഇതിനൊരു കപ്പിത്താനുണ്ട്. എന്നെ അങ്ങ് തല്ലി കൊല്ലി. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. മുല്ലപ്പെരിയാർ എന്നത് സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ഏകീകരിച്ച ധാരണയുള്ള ഒരു പ്രശ്നമാണ്. പക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകീകരിച്ച ധാരണയാണ്. അവിടെ ഡാമിന് ബലക്ഷയമുണ്ട്. ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം. ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയാണ്. ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ എത്ര കാലായി ഞാൻ കൊതിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. കൂട്ടുകാരെ, വിധിയുണ്ട്. വീണ്ടും കാണാം. പ്രണാമം. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി.